ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്നും ATM കാർഡ് മിസ്സായി പോയി കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആളുകൾ നമ്മുടെ ATM കാർഡിൽ നിന്നും പണം പിൻവലിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ATM കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, ഫെഡറൽ ബാങ്കിൽ എങ്ങനെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെയുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ATM കാർഡ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ഫെഡ് മൊബൈൽ ആപ്പ് ലോഗിൻ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. നിങ്ങളുടെ 4 അക്ക MPIN ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡിലീറ്റ് ചെയ്യാൻ, അതായത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാർഡ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്യാനും അതുപോലെ ഓഫ് ചെയ്ത് വെക്കാനെല്ലാം സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഡെബിറ്റ് കാർഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതായത് ബ്ലോക്ക് ചെയ്യേണ്ടത്, ആ ഒരു കാർഡ് സെലക്ട് ചെയ്ത് ഏറ്റവും താഴെയായിട്ട് ബ്ലോക്ക് ദിസ് കാർഡ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പോപ്പനായി വരും. ഇതിൽ പറയുന്നത് നമ്മൾ ഈ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. പിന്നീട് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് പുതിയൊരു ATM കാർഡിന് അപേക്ഷ കൊടുക്കണം. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് ബ്ലോക്ക് ചെയ്യാം. ഞാനിവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. ബ്ലോക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. 4 അക്ക MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ കാർഡ് ബ്ലോക്ക് ആവുന്നതാണ്. സക്സസ്ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഈ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതായത് എനിക്ക് ഒരു ഡെബിറ്റ് കാർഡ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. പഴയ ഡെബിറ്റ് കാർഡ് ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡെബിറ്റ് കാർഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ ATM കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.